അതെ, അതെ. മൂട്ടീന്ന് വിടണ പോലെ വായേന്ന് വിവരമില്ലാണ്ട് അറിവില്ലാണ്ട് വേസ്റ്റ് പോലെ വിടണവർക്ക് മൂട്ടീന്ന് വിടണ പോലെ തന്നെയായിരിക്കും ഉത്തരം കിട്ടുക. അത് പ്ലേ ഇടും. നിങ്ങളാണ് ദൈവദോഷം ചെയ്യണത്. നിങ്ങളാണ് പൂർണ്ണ അറിവില്ലാണ്ട് ഓരോന്ന് ചെകുത്താൻ ബാധിതരെ പോലെ ഓരോന്ന് മുമ്പിൽ നടന്ന്, ചെറുപ്പത്തിൽ മുമ്പിൽ നടന്ന്, പരസ്പരം മുമ്പിൽ നടന്ന് ലെസ്ബിയൻസായ തേവടിച്ചികളെ കല്യാണം കഴിച്ച് തത്രപ്പെട്ട് കല്യാണം കഴിക്കുക. ജീവനുള്ള ദൈവത്തിൻ്റെ സമയത്ത് നടന്ന കുഴപ്പമില്ലായിരുന്നു. തത്രപ്പെട്ട് കല്യാണം കഴിക്കുക, തത്രപ്പെട്ട് ജോലി ചെയ്യുക, തത്രപ്പെട്ട് മക്കളെ ഉണ്ടാക്കുക, വിഡ്ഢി ശൂന്യരായ മക്കളുണ്ടാക്കി വലുതാകുമ്പോൾ വീർത്ത് പോർക്ക് പോലെ പാണ്ട് പിടിച്ച് വളരണ വിഡ്ഢികളെ ഉണ്ടാക്കി വെച്ചിട്ട് അവർക്ക് മൂട്ടിന്ന് വിടണ പോലത്തെ നിങ്ങളുടെ വിവരമില്ലായ്മ പകർന്നു കൊടുക്കാൻ പറയാൻ പറ്റില്ല. ശോഷിച്ച അവസ്ഥ അനുകരിച്ച് അവരില്ലാണ്ടാവും. അവർക്ക് പെട്ടെന്ന് ഇല്ലാണ്ടാവുമ്പോൾ അവർ ഓർത്തിട്ട് കരഞ്ഞിട്ട് ഒരു കാര്യമില്ല ഈ ചെകുത്താൻ ബാധിതർ. അപ്പോൾ അങ്ങനെയുള്ളവർ എന്താ ചെയ്യുക? ഈ തേവിടിച്ചികളായ ശവങ്ങൾ ഈ കുണ്ടന്മാരെ ചെറുപ്പത്തിൽ കുണ്ടൻ കളി കളിച്ച് അവരുടെ മോന്ത എൻ്റെ അടുത്ത് കൊണ്ടുവച്ചാൽ അതല്ലെന്ന് അറിയില്ല 1000 ഫോട്ടോ. ഈ കുണ്ടന്മാരായ ഈ വിഡ്ഢികളെ കെയർ ടേക്കേഴ്സിനോട് സംസാരിച്ചിരിക്കും. മൂട്ടിന്ന് വിടണ പോലെ എല്ലാം മനസ്സിലാക്കിയിട്ടും ഇങ്ങനെ തന്നെ. ഞാൻ പറഞ്ഞു, ഞാൻ എത്ര 5 ദിവസം ഉറങ്ങിയില്ലെങ്കിലും ഞാൻ നല്ല കോൺസെൻട്രേഷനിലായി കാർ ഓടിക്കാൻ. കയറ്റത്തിൽ കാർ ഓടിച്ച് നിവർത്തി നിർത്താനാ, ക്ലച്ച് അമർത്തി ബ്രേക്ക് പിടിച്ച് നിർത്താനും എല്ലാം എനിക്ക് നല്ലോണം നാക്കാണ്. മനസ്സിലാവുണ്ട്. ഞാനിപ്പോൾ ഇതൊരു എക്സാമ്പിൾ പറഞ്ഞ നാക്കിന് വേണ്ടി ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് അതിലത്തെ ഉള്ളടക്കം അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഓരോരോ വിഡ്ഢികൾ ശൂന്യർ ഇങ്ങനെ മെറ്റീരിയലിസ്റ്റിക് നേച്ചറിന് വേണ്ടി പായുമ്പോൾ കത്തിയെരിയുന്നത് വെറുതെ അല്ല. ഓരോ സമയത്തിന് കാണുമ്പോൾ എനിക്ക് വേണമെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കായിരുന്നു. അതൊക്കെ മരിച്ചവരിന് ഉയർപ്പിക്കലും അരമായിക്ക് ഭാഷയൊക്കെ അന്നേ തീർന്നു. ഇത് മലയാളം ഭാഷയാണ്. തോമസ് വരെ ഉയർപ്പിച്ചിട്ടുള്ള കാര്യം എന്തുകൊണ്ട് അവിടെ ഉയർപ്പിക്കണത് ഇവിടെ ഉയർപ്പിക്കാൻ പറ്റിയിട്ടില്ല? എന്തുകൊണ്ട്? വിഡ്ഢി ശൂന്യർ വളരാൻ നിൽക്കാന്ന് പറയാം. വിഡ്ഢി ശൂന്യർ വളർന്നിട്ട് ഒറ്റ അടിക്ക് ഇല്ലാണ്ടാക്കണം. അങ്ങനെയാണ് ഉണ്ടാവുക പോണേ. ഞാൻ പറഞ്ഞ് കറക്റ്റായിരിക്കും. അതാണ് യഹോവ സ്നാക്ക്. യഹോവ എന്തിനാണ് സാക്രിഫൈസ് ചെയ്യിപ്പിച്ചത്? അത് മനസ്സിലാക്കാൻ ബുദ്ധിയുണ്ട്. ഈ ഗോവയിലുള്ളവരും തൃശ്ശൂർ പിന്നെ ആയതായിരിക്കാം, കൊങ്കണ്ടതായിരിക്കാം, അല്ലെങ്കിൽ യഹൂദിയർ, ഇസ്രായേൽ ഭാഷ, അരമായിക്ക് ഭാഷയുള്ളവർ കുറച്ച് ഫണ്ണി പീപ്പിളാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാം അവരങ്ങനെ ജനിക്കണത്? യഹോവ എന്തിനാണ് സാക്രിഫൈസ് ചെയ്യിപ്പിച്ചത് നിങ്ങളുടെ പോലെ വിഡ്ഢി ശൂന്യർ ജീവനില്ലാത്ത പ്രതിമകളൊക്കെ ആരാധിക്കും. തെറ്റാന്ന് മനസ്സിലാക്കാൻ. അത് മനസ്സിലാക്കിയിട്ട് അത് ക്ഷമിച്ചിട്ട് നിങ്ങളെ ഉയർപ്പിക്കും. പക്ഷെ പെട്ടെന്ന് ഇല്ലാണ്ടാക്കണ രീതിയോ എന്തുകൊണ്ട്? നിങ്ങൾ അറിവുണ്ടായിട്ടും പകർന്നു നടത്തും ഒരു സെക്കൻഡ് കമ്മിങ് വരും എന്ന് പറഞ്ഞു. അത് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ കൂർക്കം വലിച്ച് രാത്രി കിടന്ന് ഉറങ്ങണ കാര്യമല്ലേ പറഞ്ഞു. വിഡ്ഢിത്തരത്തിൽ എല്ലാം അറിഞ്ഞിട്ടും വിഡ്ഢിത്തത്തിൽ വീണ്ടും അതിനെ റിപ്പീറ്റ് ചെയ്ത് ഉറങ്ങണേന്ന്. അതിലാണ് 550 AD ആൻറ്റി ക്രൈസ്റ്റ് വന്നത്. ഏത്? വിഡ്ഢി റോമൻ കാത്തലിക്സ്, വിഡ്ഢി മുസ്ലിംസ്, വിഡ്ഢി അതൊക്കെ ഒരുമിച്ചുണ്ടായത്. മുസ്ലിംസ് പിന്നെ ഉണ്ടായത്, പിന്നെ വിഡ്ഢി ഹിന്ദുസ് അതിൻ്റെ കൂടെ ഇവിടെ. അപ്പോൾ എല്ലാ കണക്കിന് പേരും വേർഡ്സും നമ്പേഴ്സ് അനുസരിച്ച് വന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ പഠിക്കുക. മരിച്ചവർ ഉയർപ്പിക്കായിരുന്നു. എന്തുകൊണ്ടാണ് അപ്പം ഉയർത്തുന്നത് പറയാം. പക്ഷേ എനിക്ക് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. പൂണ്ടെന്ന് പറഞ്ഞ് മൂട്ടിന്ന് വിടണവർ ഈ ജീവനില്ലാത്ത പ്രതിമകളെ ആരാധിക്കുന്നത് പോട്ടെ, അതിന് മുകളിൽ ട്രൗസറും ബനിയനും ഇടിപ്പിച്ച് ബർമൂഡിയും ലാച്ചിയും ജീൻസും ടീഷർട്ടൊക്കെ ഇടിപ്പിച്ചിട്ട് എന്തിനാണ് ഇങ്ങനെ ആരാധിക്കണേ? സാരി ഇടിപ്പിച്ച് അവർക്ക് ജീവൻ ഉണ്ടോ വിഡ്ഢി? നശ്വരമായ സ്ത്രീയും നശ്വരമായ ഹ്യൂമൻസിനും നശ്വര മൃഗങ്ങളാണോ നിങ്ങളെ സൃഷ്ടിച്ചത്? അതൊരു സൃഷ്ടിയാണ്. ഉറുമ്പ്, ആന, അതൊരു സൃഷ്ടിയാണ്. അവരെന്തിനാ ആരാധിക്കേണ്ട കാര്യം? ഭക്ഷണത്തിന് എന്തിനാ ആരാധിക്കേണ്ട കാര്യം? ജീവനില്ലാത്ത ബൈക്കും ബസ്സുകളും പോകുന്നുണ്ട്. അതൊക്കെ ജീവനില്ലാത്തതാണ്, നശ്വരമായത്. അതിനെ ആരാധിച്ച പെട്ടെന്ന് തന്നെ നരകത്തിൽ പോകാം നിങ്ങൾക്ക്. നരകം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറയുക, നിങ്ങൾ ഈ മരിച്ചു കഴിഞ്ഞാൽ മരിച്ചു, ആത്മാവൊന്നും ഇല്ല എന്നൊക്കെ അല്ലേ വിചാരിച്ചിരിക്കണേ? നമുക്ക് കാണാം. ഇത് തന്നെയാണ് ഈ റോമൻ കാത്തലിക്സ് പറയണ ഈ വിഡ്ഢിത്തം തന്നെയായിരുന്നു അന്ന് യഹൂദിയർ പറഞ്ഞിരുന്നത്. അവർക്ക് വാസസ്ഥലം കിട്ടില്ല എന്ന് പറഞ്ഞു. ഇപ്പം പല സ്ഥലത്തും അവർ സമാധാനത്തോടെ കൂട്ടത്തോടെ ജീവിക്കുന്നുണ്ട്, നോർവേയിൽ വരെ. അപ്പോൾ മനസ്സിലാക്കുക, യേശുവോട് ക്ഷമിക്കണ രീതി. യഹോവയുടെ നാക്ക് എന്തായിരുന്നു? നിങ്ങൾ സാക്രിഫൈസ് ചെയ്യിപ്പിച്ചിട്ട് അതിൽ വിശ്വസിപ്പിച്ച് നിങ്ങൾ ചെയ്യണത് എന്താണെന്ന് നോക്കണം. യേശു അവരെ പറയും, ഞാനും അതൊന്നും പറഞ്ഞിട്ടില്ലേ, ഇതൊന്നും ഇങ്ങനെ ചെയ്യാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലേ. പൗലോസിനെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? പൗലോസ് എന്നല്ല ഞാൻ പറഞ്ഞത്. പൗലോസിനെ തിരഞ്ഞെടുത്തത് അത് ജൂവിഷ് തന്നെ തിരഞ്ഞെടുത്തത്. യഹൂദിയർക്ക് മുതൽക്കൂട്ടാണ്. എന്തുകൊണ്ട്? യേശുവെ സാക്രിഫൈസ് ചെയ്യിപ്പിച്ചതിന് ഫേമസ് ആവാൻ കാരണമായതുകൊണ്ട്. പിന്നെ വേറെ എന്താ പറയുക, മറ്റേ ഹിറ്റ്ലർ ചെയ്ത വിഡ്ഢിത്തം അത് റോമൻ കാത്തലിക്കായിരുന്നു. ഹിറ്റ്ലർ വിഡ്ഢിത്തം ജൂവിഷിനൊക്കെ കൊന്നത് അവനെ തന്നെ ഇല്ലാണ്ടാക്കണ രീതിയായി. അവൻ തന്നെ തൂങ്ങി ചത്തു.
അപ്പോൾ മനസ്സിലാക്കുക, ഇവിടെ ഹിറ്റ്ലറും ഇവിടെ നിന്ന് താമസിക്കണല്ലോ, വ്യത്യാസം മനസ്സിലാക്കുക. എങ്ങനെയാണ് ഏത് സമയം തൊട്ട് എന്താ പറയണേന്ന്. അവർക്ക് നമ്പറോ വേർഡ്സായിട്ട് ഒരു കണക്ഷനും ഇല്ല. അപ്പോൾ വിഡ്ഢികളെങ്ങനെയാണ് ഇല്ലാണ്ടാവണ ഉന്മൂലനം? അപ്പോൾ ഏത് യഹൂദിയരുന്നപ്പം ഉണ്ടായേ ഉണ്ടാവാൻ പാടില്ലാത്ത യഹൂദിയരുന്ന് ഉണ്ടായി, അതുപോലെ റോമൻ കാത്തലിക്സ് ഉണ്ടായി. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക എന്താ വ്യത്യാസം എന്ന്. റോമൻ കാത്തലിക്സ് ഉണ്ടായിട്ട് യേശുവ യഹൂദിയരുടെ പാതിരി ഇത് വേണ്ടാന്ന് പറഞ്ഞത്. അത് തന്നെയാണ് പറയണേ, റോമൻ കാത്തലിക്സിൻ്റെ പാതിരി വേണ്ടാന്ന് തന്നെയാണ് പറഞ്ഞേക്കണമെന്ന്. പൗലോസിനെ എന്തിനാണ് തിരഞ്ഞെടുത്തത്? നിങ്ങളത് വിഡിത്തം. ബൈബിള് കയ്യിൽ വെച്ചിട്ടുണ്ട്, പക്ഷെ തുറന്ന് വായിക്കുമോ? ഇല്ല. റോമൻ കാത്തലിക്സ് തുറന്ന് വായിക്കുമോ? ഹിന്ദുസ് ഇത് പറയോ? മുസ്ലിംസ് പറയോ? കുമ്മൂട്ടിൻ കോഹൻലാൽ ഇത് പറയോ? ഇല്ല. പൗലോസിനെ തിരഞ്ഞെടുത്തത് യഹൂദിയുടെ ചെതമ്പൽ പോലത്തെ കണ്ണീന്ന് അത് പാടെ പോയി കഴിഞ്ഞിട്ട് നല്ല കൊടുങ്കാറ്റിൽ നിന്ന് പാമ്പിൻ്റെ ചെതമ്പലൊക്കെ ഉണ്ടോ, അത് പോയിട്ട് അനന്യാസിനെ കൊണ്ട് ഇങ്ങനെ ഒരാൾ വന്നിട്ടുണ്ടെന്നൊക്കെ മെസ്സഞ്ചറിൽ അവർ കഴുതപ്പുറത്ത് പോയി കാണാൻ പോകുന്നുണ്ട്. ഇവിടുന്ന് ദൂരെ യാത്രയ്ക്ക് പോകണവർ ഇവരവിടെ വന്നു എന്നൊക്കെ പറഞ്ഞ് കുറേ പേര് ഇതുപോലെ തന്നെ ഇൻ്റർനെറ്റ് കമ്മ്യൂണിക്കേഷൻ പോലെ അവിടെ ചെന്നെത്തി എല്ലാവർക്കും കമ്മ്യൂണിക്കേഷൻ കൊടുക്കുന്നുണ്ട് അന്നും. അതാണ് മെസ്സഞ്ചേഴ്സ് എന്ന് പറയുന്നത്. ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ അതാണ്. ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ എന്താ പറയുന്നത്, പടത്തിൽ മൈക്കലാഞ്ചലും പിന്നെന്താണ് അതിൻ്റെ പേര്, ലിയോണാർഡോ വിൻസിയൊക്കെ വരച്ച പോലെ ചിറകുള്ള പോലെ വിശ്വസിക്കരുത്. ചിറക് എന്തിനാ? അത് ഉന്നതിയുടെ പ്രതീകമായിട്ട് കളിച്ചേക്കണേ. അത് മനുഷ്യർ തന്നെയാണ്. അതാണ് മനുഷ്യരുടെ രൂപം. അവർക്ക് ജീവനുള്ള ദൈവത്തിനും രൂപമില്ല. അത് നശ്വരമായ സ്ത്രീയോ നശ്വരം ഹ്യൂമൻസോ നശ്വര മൃഗമല്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഇതിനെ ആരാധിക്കരുതെന്ന് പറയണത്. ജീവനുള്ള ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. ഇവിടെ നല്ലത് സ്ട്രെങ്ത്ത് പറഞ്ഞ് സദ്വചനങ്ങൾ പറയണത് അതൊരു പ്രാർത്ഥനയാണ്. അവരെ വരെ നിങ്ങൾ ചുക്കോ പുക്കോ പിക്കോ ബുണ്ടു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാനിങ്ങനെ ആരെയും കുറിച്ച് പറഞ്ഞിട്ടില്ലേ, എൻ്റെ മുഖത്തൊക്കെ ആരും പറഞ്ഞിട്ടില്ലേ. നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ എവിടെ എത്തും മനസ്സിലാക്കാൻ പഠിക്കുക. നിങ്ങൾ വിഡിത്തം കൊണ്ട് നിങ്ങൾ എവിടെ എത്തും? നിങ്ങൾ ചിക്കോ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പെണ്ണ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, ഗൂണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, മൂട്ടിൽ നിന്ന് വിട്ടുകൊണ്ടിരുന്ന ഈ മൂട്ടിൽ നിന്ന് വിടുന്ന ഉത്തരം തന്നെ അവിടെ നിന്ന് കിട്ടുക. എവിടെ നിന്ന് കിട്ടണമെന്ന് ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ മനസ്സിലാക്കുക, ഈ പൗലോസ് ഏഞ്ചൽസ് എന്ന് പറയുന്ന മനുഷ്യർ തന്നെയാണ്. അവരെ ആരാധിക്കാൻ പാടില്ല. ജീവനുള്ള ദൈവം മാത്രം പരിശുദ്ധനുള്ളൂ. പാതിരികളുടെ ആവശ്യമില്ല. എന്തുകൊണ്ട്? അതാണ് പൗലോസിനോട് എന്താ പറയുക, പൗലോസ് എന്താ പറഞ്ഞത്? പൗലോസ് പാതിരികളുടെ ഇനി ആവശ്യമില്ല. വെറുതെ നിന്ന് റിപ്പീറ്റ് ചെയ്ത് ഇങ്ങനെ കുർബാന എന്ന് അവരുടെ ലാംഗ്വേജിലുണ്ട്. അത് ചെയ്യുന്നത് തെറ്റാണ്. അതിന് ചെയ്യേണ്ട ആവശ്യമില്ല. ഓരോ മഹാപുരോഹിതനുള്ളൂ, ഒരു മധ്യസ്ഥനുള്ളൂ, കുറേ മധ്യസ്ഥന്മാരില്ല, സിസ്റ്റേഴ്സ് പാതിരികളുടെ ആവശ്യമില്ല. അപ്പോൾ നിങ്ങളെന്താ പറയുക, മുങ്ങി നിവരേണ്ടത് നന്നായിട്ട് കാണിച്ചിട്ടുണ്ട് മാതൃക. അപ്പോൾ ഞങ്ങൾ പാതിരികളെ വേണ്ടാത്ത പാതിരികളെ കൊണ്ട് തന്നെ 3 തുള്ളി വെള്ളം ഒഴിപ്പിക്കും. എന്നിട്ട് കുറേ പേര് നടക്കുന്നുണ്ട് മെറ്റീരിയലിസ്റ്റിക് നേച്ചർ ശരിയാണെന്ന് വിചാരിച്ചിട്ട് ഈ സൺഡേ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ പരിസരം മുമ്പിൽ നടന്ന് കുറച്ച് തീപിടിച്ചുകൊണ്ട് മക്കളുണ്ടാക്കുമ്പോൾ അവരെ കൂടി ഈ വിഡ്ഢിത്തം പറഞ്ഞു കൊടുക്കുമ്പോൾ മനസ്സിലാക്കുക വിഡ്ഢിത്തത്തിലൂടെ നിങ്ങൾ നീങ്ങണമെന്ന്. വിഡ്ഢിത്തം എന്ന് പറയുന്നത് വളരെ ഒരു വലിയ തെറ്റാണ്. അപ്പോൾ അത് പറയാം. അപ്പോൾ സദ്വചനങ്ങൾ വരുന്ന പ്രാർത്ഥന, ഇത് പരിസരം പുഷ്ടിപ്പിക്കുകയല്ല ചെയ്യണേ. ഈ ജൽപ്പന മല പോലെയാണോ? ജീവനില്ലാത്ത വിഗ്രഹങ്ങൾ, മരിച്ചവരെ, അവർ വരെ ഈ പാതിരികളുടെ റിപ്പീറ്റഡ് സാക്രിഫൈസും ജീവനില്ലാത്ത പ്രതിമ ആരാധിച്ച് 3 തുള്ളി വെള്ളം ഒഴിച്ചവരാണ്. അവരെന്തിനാണ് നിങ്ങളെ പ്രാർത്ഥിക്കേണ്ട കാര്യം? ഒരു മധ്യസ്ഥനുള്ളൂ എന്ന് ബൈബിളിൽ നന്നായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ജീവനില്ലാത്ത നശ്വരമായ സിസ്റ്റേഴ്സിനെയും നശ്വരമായ സ്ത്രീകളെയും നശ്വരമായ ഹ്യൂമൻസിനെയും നശ്വരമായ മൃഗങ്ങളെയും ആരാധിക്കേണ്ട കാര്യം എന്താ? നിങ്ങൾക്ക് തലയ്ക്ക് വിവരമില്ലേ ഇപ്പോഴും? അങ്ങനെയാണ് ന്യൂ ബോൺസിന് വരെ നിങ്ങൾ ആരാധിക്കേണ്ടത് കാര്യമുണ്ടല്ലോ. 3 തുള്ളി വെള്ളം ഒഴിക്കണവരെ. അവർക്കൊരു വൈറ്റ് തുണി എടുപ്പിച്ചൊരു സ്റ്റാച്യു ഉണ്ടാക്കുക, എന്നിട്ട് അങ്ങനെ ആരാധിക്കുക. നിങ്ങൾക്ക് തലയ്ക്ക് ഇപ്പോഴും വിവരം വെച്ചിട്ടില്ലേ? എന്നിട്ട് പിന്നെ അവരുടെ മുന്നിൽ ജപമാല, അതൊക്കെ യഹോവയ്ക്ക് അരോചകമാണ്. അതാ പറഞ്ഞത്, സാക്രിഫൈസ് ചെയ്യിപ്പിച്ച ആളെ തന്നെ നിങ്ങൾക്ക് വെറുപ്പിക്കണം എന്നുണ്ടാ. എന്നിട്ട് യേശു പറഞ്ഞു, ഞാനും മുങ്ങി നിവര തന്നെ വേണം. അതുകൊണ്ട് 3 തുള്ളി വെള്ളം ഒഴിച്ചാൽ എങ്ങനെ മഴത്തുള്ളി വീഴും? മഴത്തുള്ളി ഒരു ഗ്ലാസ്സിൽ കുറച്ച് വെള്ളം ഒഴിക്കുക, അങ്ങനെ ഒഴിക്കുക. 3 തുള്ളി വെള്ളം തന്നെ അല്ലേ പറയാം. അപ്പം മുങ്ങി നിവരേണ്ടത് സ്വിമ്മിംഗ് പൂളിൽ കുളിച്ച് കുത്തി മറിഞ്ഞ് ബോൾ കളിക്കുമ്പോൾ മുങ്ങി നിവരണ കാര്യമില്ല ഞാൻ പറഞ്ഞത്. അത് ഞാനും ചെയ്യാം. ഞാൻ എവിടെയെങ്കിലും സ്വിമ്മിംഗ് പൂളിലെ ബീച്ചിൽ പോയി മുങ്ങി നിവരാം. ഒരു മൂപ്പൻ എന്ന് പറയും, പാതിരികളുണ്ടല്ലോ, മൂപ്പൻ എന്ന് പറയുന്നിട്ട് തലവൻ എന്ന് പറയും. അതുകൊണ്ട് പാതിരിയല്ല, തലവൻ. അതാണ് ഇപ്പോൾ എല്ലാ ശരിക്കുള്ള ക്രിസ്ത്യൻസിൽ നടക്കണ തലവൻ. ആ തലവൻ ഇപ്പോൾ ജോൺ ദ ബാപ്റ്റിസ്റ്റ് എന്ന് പറയുന്നത് എന്താ? തലവൻ. അവനെ കൊണ്ട് ബാപ്റ്റിസം ചെയ്യിപ്പിക്കുക. 3 പ്രാവശ്യം മുങ്ങി നിവർന്ന് അവൻ്റെ കൈ കൊണ്ട് ചെയ്യിപ്പിക്കണം.
ഇങ്ങനെ എടുത്ത് പൊന്തിക്കുക, അല്ലെങ്കിൽ മുന്നിൽ നിവർത്തി മോളിക്കുക. അപ്പോൾ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾക്ക് പേടിയല്ല അതൊക്കെ ചെയ്യാനായിട്ട്. മുങ്ങി നിവരാനൊന്നും ഞങ്ങൾക്ക് പറ്റില്ല. ഞങ്ങൾക്ക് അറിവില്ലാത്ത പൈതന്മാർ 9 മാസമായാലും 3 തുള്ളി വെള്ളം ഒഴിച്ചാലേ ശരിയാവും. സ്വന്തം തന്തയുടെ നല്ല റിട്ടയർഡ് നേഴ്സർ ആൻറ്റി ക്രൈസ്റ്റ് അനുകരിക്കാൻ. അതാണോ ശരി? അല്ല. അപ്പം അങ്ങനെയുള്ളവർ ഉയർപ്പിക്കേണ്ട കാര്യമുണ്ടോ? പൂണ്ടെന്ന് പറഞ്ഞ സാധനങ്ങളെ ഉയർപ്പിക്കേണ്ട കാര്യമുണ്ടോ? അവർ മനസ്സിലാക്കട്ടെ, സാവധാനം മനസ്സിലാവുമല്ല. പിന്നെന്താ പറയുക, ശോഷിച്ച വാക്ക് പറയണവർ. ഞാൻ അങ്ങനെ ആരെയും കുറിച്ച്, വീട്ടുകാരെ കുറിച്ച് ആരെയും കുറിച്ച് പറയണ്ടോ? എൻ്റെ മുഖത്ത് നോക്കി ആരും പറയണ്ടോ? ഇല്ല. മുതിർന്നവരായ കുപ്പാപ്പം എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ലേ, പിന്നെ ഇല്ല നിങ്ങൾ. അപ്പോൾ മനസ്സിലാക്കാം, നിങ്ങളുടെ അധോഗതി ഇങ്ങനെ പതിയെ വരാൻ നിൽക്കുന്നുണ്ട്. 5 മാസം 1 വർഷം ഞാൻ പറഞ്ഞിട്ടുണ്ട്, അത് മറക്കല്ലേ. അപ്പോൾ പൗലോസ് തന്നെയാണ് പറഞ്ഞത്. പൗലോസും അനന്യാസും അതുപോലത്തെ എല്ലാവരുമാണ് ഇതൊക്കെ പറഞ്ഞത്. അതിൻ്റെ നേരെ വിപരീതമാണ് ഈ ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പരിശുദ്ധൻ പറഞ്ഞാൽ ജീവനുള്ള ദൈവമുള്ളൂ. അവിടെ പാതിരികളും സിസ്റ്റേഴ്സും അല്ല പരിശുദ്ധന്മാർ. വിശുദ്ധൻ എന്ന് പറയാം, അത് നമ്മൾ മനുഷ്യർ ആ രീതിയിൽ പറയണേ. സാക്രിഫൈസ് ചെയ്തിപ്പിച്ചിട്ട് അതിന് നേരെ വിപരീതം ചെയ്താൽ വിശുദ്ധത്വം ഒക്കെ പോവും. നേരെ എല്ലാത്തിനെയും ഉന്മൂലനം ചെയ്യും, ഇല്ലാണ്ടാവും. അപ്പോൾ പിന്നെ എന്താ ഞാൻ പറഞ്ഞേ, ഇതൊക്കെ കൊണ്ടിട്ടും ദേഷ്യം എന്നിട്ട് പറയുന്നില്ല. ദേഷ്യം വരണവരും വിഷമം വരണവരും വെഡിത്തങ്ങളും ഈ ഹിന്ദുസൊക്കെ വിചാരിക്കുന്നത് റോമൻ കാത്തലിക്സ് എന്ന് പറഞ്ഞാൽ വലിയ ക്രിസ്ത്യൻസാണ്, എല്ലാം ആൻറ്റി ക്രൈസ്റ്റാന്ന്. നമുക്കറിയില്ലേ, കിട്ടേണ്ട സമയത്ത് കിട്ടിയിട്ടുണ്ട്. സമയത്തിന് എൻ്റെ വയസ്സായി ചത്തവരൊന്നുമല്ല, സമയത്തിന് കാലത്തിനനുസരിച്ച് ഒരു 65, 55, 60 വയസ്സൊക്കെ ചത്തവരാണ്. 69 വയസ്സ് കറക്റ്റ് സമയത്തിന്. അപ്പോൾ സമയത്തിന് കാലത്തിനനുസരിച്ച്. അപ്പോൾ ദേഷ്യം വരണവരും വിഷമം വരണവരും ഈ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച് എന്താ ചെയ്യുക? അവർ എല്ലാം മനസ്സിലാക്കിയിട്ട് ദേഷ്യം വരണവരെന്താ ചെയ്യുക? ഈ കുടിച്ച് ലക്ക് കെട്ട് ഗുഡ്കയും കഴിച്ച് ഈ ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിച്ച് പാതി അറിവും വെച്ച് ശോഷിച്ച വാക്കുകൾ മൂട്ടിന്ന് വിട്ട് നടക്കും. ഇത് സ്ട്രോങ് വാക്കുകൾ പറയണേ. മൂട്ടിന്ന് വിട്ട് ജൽപ്പനയും ജപമാലയും ചൊല്ലി ഈ പാതിരികളുടെ കയ്യും ഒത്തി നാണില്ലാണ്ട് ഇങ്ങനെ കിറങ്ങി ഇല്ലാണ്ടാവും. അതാണ് പറയണേ ആത്മാവില്ലാത്ത പ്രവൃത്തി എന്ന് പറയണത്. എല്ലാം മനസ്സിലാക്കിയിട്ടും അത് തെറ്റെന്ന് മാറാണ്ട് ഞാൻ നടന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ആത്മാവ്, ജീവനുള്ള ദൈവം നിങ്ങളോട് ചോദിക്കും, നിങ്ങളെ ആത്മാവിൻ്റെ പ്രവൃത്തി കാണിച്ചു തരുന്നത്. ശവപ്പെട്ടി വരെ നിങ്ങളെ സ്വീകരിക്കേണ്ട കാര്യമില്ലല്ലോ. പൂമഞ്ച് എന്തിനാണ് ഞങ്ങൾക്ക്? ആത്മാവ് നഷ്ടപ്പെട്ടിട്ട്. ഇതൊക്കെ പല സ്ഥലത്ത് പല രീതിയിൽ എഴുതിയിട്ടുണ്ടല്ലോ. നിങ്ങൾ ആൻറ്റി ക്രൈസ്റ്റ് റോമൻ കാത്തലിക് തന്നെ ഇത് എഴുതി വെച്ചിട്ട് ഇതിന് നേരെ വിപരീതം ചെയ്തുകൊണ്ടിരിക്കണേ അല്ലേ. കുടുക്കി കഴിച്ച് ബീഡിയും വലിച്ച് സിഗരറ്റും വലിച്ച് മൂട്ടിന്ന് വിടണ പോലെ നാവുകൊണ്ട് പറയും സ്വന്തം വില കളഞ്ഞ് ഇല്ലാണ്ടാക്കിയിട്ട് നിങ്ങളുടെ മോന്തയുടെ വില തന്നെ നിങ്ങൾ കളയണ്ടല്ലോ. പിന്നെ ഇങ്ങനെ ആത്മാവിന് വില ഉണ്ടാവുക നിങ്ങൾക്ക്? സ്വന്തം ആത്മാവിന് നിങ്ങൾക്ക് അതിന് വില ഉണ്ടാവുക? നിങ്ങളുടെ മോന്തയുടെ വില നിങ്ങളുടെ നാവിന്ന് മൂട്ടിന്ന് വിടണ പോലെ ആ മൂട്ടിന്ന് വിടണവർക്ക് മൂട്ടിന്ന് വിടണ നേരെ ഉത്തരം അങ്ങനെ വരേണ്ടത്. സ്വന്തം മോന്തയുടെ വില കളഞ്ഞു, കുറേ കൂമ്പി നടന്ന് കുറേ തേവിടിച്ചികൾക്ക് മക്കളുണ്ടാക്കി, മക്കളെ കൊണ്ട് തന്നെ സ്വന്തം വൃത്തികെട്ട വാക്കുകൾ പറഞ്ഞ് അവർ വളർത്തി വരുമ്പോൾ അവരുടെ മോന്തൊക്കെ കാണണം. ഇപ്പോൾ ഈ മെലിഞ്ഞിരിക്കണ വെളുത്ത പോലെ ആയിരിക്കില്ല, അവരിങ്ങനെ കറുത്ത് ഇങ്ങനെ കുരുട്ട് മോന്തടിച്ച് കറുത്ത് പാണ്ടൊക്കെ കാലിമയായിട്ട്. ഇതൊക്കെയാണ് നാവിന്ന് വരണേ. അത് ആത്മാവില്ലാത്ത പ്രവൃത്തി എന്ന് പറയണേ. അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. എന്താ വെടിത്തന്നത് കൊണ്ടിട്ട് പറയുന്നതല്ല. ദേഷ്യം വന്നിട്ട് കുടിച്ച് നടക്കണവർ എന്താ ചെയ്യുക? ഈ തോറ്റ വേർഡ്സും പറഞ്ഞ് ശോഷിച്ച വാക്കുകളും പറഞ്ഞ് നടന്ന് ഇല്ലാണ്ടാവും. ഗുഡ്കയും കഴിച്ച് ബീഡിയും വലിച്ച് നടക്കും. എനിക്ക് വേണം ഉയർപ്പിക്കായിരുന്നു 2000-ൽ. അപ്പം ഉയർത്തും. പക്ഷേ ഉയർന്നു വന്നാലും നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോഴും ഈ സ്വന്തം നാവിന്ന് വെഡിത്തം വിളമ്പി ശോഷിച്ച വാക്കുകളും പറഞ്ഞ് ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടും ഇല്ലാത്ത പോലെ ഇങ്ങനെ കാണിച്ച് ഈ മധ്യസ്ഥരെയും കുറേ മധ്യസ്ഥന്മാരെയും കുറേ ജീവനില്ലാത്ത പ്രതിമകളെ ആരാധിച്ച് ഇങ്ങനെ പാതിരി വേഷം കെട്ടി വീണ്ടും ഇല്ലാണ്ടാവും. അപ്പോൾ ഞാൻ പറയണതിന് വില ഉണ്ടാവില്ല. അപ്പോൾ നടക്കേണ്ട സമയത്ത് നടന്നുണ്ട് ഉയർപ്പിക്കാതിരുന്നത് നന്നായി അവരെ. ഇങ്ങനെയുള്ളവർക്ക് ശവമഞ്ചിയും കാര്യമില്ല. വീണ്ടും നടക്കണമായിരിക്കും. ഞാൻ അങ്ങനെ വിചാരിച്ചത് നടക്കേണ്ടത് നടക്കട്ടെ, കടിഞ്ഞൂലാണല്ലോ ഞാൻ. അപ്പോൾ നടക്കേണ്ടത് നടക്കും. അപ്പോൾ മൂത്തവരും അനിയും തമ്മിൽ വ്യത്യാസം അറിയാണ്ട് എല്ലാ നമ്പേഴ്സ് അനുസരിച്ച് വന്നിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. പിന്നെന്താ പറയണേ, സന്തോഷത്തോടെ തന്നെ പറയണേ, സ്ട്രെങ്ത് ആയിട്ട് പറയണേ. അതുകൊണ്ട് തന്നെ പറയണേ, ഇങ്ങനെ എനിക്ക് വേണമെങ്കിൽ പറയാമല്ലോ, ഞാൻ 3 ലക്ഷം മേടിച്ച് ഉണ്ടാകുന്ന ഒരു ചിപ്പ് ക്യാമറ അവിടെയൊക്കെ വെച്ചിട്ട് എൻ്റെ കണക്ഷൻ എൻ്റെ കയ്യിൽ വെച്ചിട്ട് ബാക്കിയുള്ള നിങ്ങളൊക്കെ വെച്ചുള്ള ഞാൻ ചെയ്യുന്നത് കണ്ടോളൂ എന്ന് പറഞ്ഞിട്ട് പ്രസ്താവന നടത്താം. ആരും അന്നത്തെ പോലെ ചോദിക്കാൻ വരില്ല, ഇന്നും അതുപോലെ ചോദിക്കാൻ വരില്ല. എന്തുകൊണ്ടാണ് ചോദിക്കാൻ വരാത്ത? അവർക്ക് വിവരമില്ല. ഈ വിവിഡിത്തം റിപ്പീറ്റ് ചെയ്ത് നടക്കലയിലാണ് കാര്യം ആൻറ്റി ക്രൈസ്റ്റുകൾക്ക്. ഒരു ക്ലീശവും ഒരു കുമ്മുട്ടിയും
തളർന്നിരിക്കാൻ മോന്ത് ഉയർത്തിയിട്ട് ഇതൊന്നും പറയില്ല. പറയിപ്പിച്ച മാത്രം പറയണം. അവരിത് പറയിപ്പിച്ച് പറയുന്നതാണോ? അല്ല. അപ്പോൾ മനസ്സിലാക്കുക, എനിക്ക് അന്നേ അവർ ഉയർപ്പിക്കായിരുന്നു. അതിൻ്റെ ആവശ്യമില്ല. ഈ ശവമഞ്ച ആവശ്യമില്ലാത്തവർക്ക് പോകും തന്നെ നല്ലത്. കടിഞ്ഞൂലാണോ ഞാൻ മൂത്തരാനിയും തമ്മിൽ വ്യത്യാസമുണ്ട്. എല്ലാം നമ്പർ അനുസരിച്ച്, വേർഡ്സ് അനുസരിച്ച്, എല്ലാ സമയം അനുസരിച്ച് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ബൈബിൾ എഴുതി വെച്ചിരുന്നത്. ആ മണിക്കൂറോ സമയമോ നിങ്ങൾക്കറിയില്ല. അത് അരമൈക്ക് ഭാഷയിൽ നിങ്ങൾ മണിക്കൂറിൻ്റെ അരമൈക്ക് ലാംഗ്വേജ് വേർഡൊന്ന് എടുത്ത് നോക്ക്, അപ്പോൾ അറിയാൻ വ്യത്യാസം എന്താണ്. അല്ലെങ്കിൽ മണിക്കൂർ സമയം എന്ന് എഴുതി വെച്ചാണ് അതിൻ്റെ, അങ്ങനെയാണല്ലോ എഴുതി വെച്ചാണ് വെളിപ്പാടിൽ ആ മണ്ടൻ പത്മോസ് ദ്വീപിൽ യോഹന്നാൻ. അപ്പോൾ അവർക്ക് ടെക്നോളജീനെ കുറിച്ചൊന്നും ഒന്നും അറിയില്ല. അപ്പോൾ അവരെന്താ പറയണത്, അരമൈക്കിൽ എഴുതി വെച്ചാണ് മണിക്കൂറോ സമയമോ നിങ്ങൾക്കറിയില്ല. തമ്മിൽ കുഴി ചാടിക്കണവർക്ക് വിഡ്ഢിത്തം എന്താ മനസ്സിലാക്കി തന്നിട്ടും വിഡ്ഢിത്തത്തിൽ തന്നെ കിഴുങ്ങിയിരിക്കണവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇനിയും മനസ്സിലാവാതിരിക്കും. ഈ സമയം മണിക്കൂറോ ഇപ്പോഴും ഇവരെത്തിയുണ്ട്, ഇനിയും മനസ്സിലാവില്ല ഞങ്ങൾക്ക്. ഇത്രയൊക്കെ തെളിച്ച് കണ്ടിട്ടും 2888 കഴിഞ്ഞ് 2000 എന്തുണ്ടായേ, അത് കഴിഞ്ഞ് പടി വർഷങ്ങൾ എന്തുണ്ടായേ, 1988 അർത്ഥം എന്തെല്ലാം മനസ്സിലാക്കി എന്നിട്ടും ഇതന്നെ റിപ്പീറ്റ് ചെയ്യണേ, വെഡിത്തെ റിപ്പീറ്റ് ചെയ്യണേ, എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ആർക്ക് വേണം ഇങ്ങനെ വെഡ്ഡികളെ? യഹോവയ്ക്ക് വരെ ഇങ്ങനെ വേണ്ട. സാക്രിഫൈസ് ചെയ്തിട്ടും ഇതിന് വിപരീതം ചെയ്തുകൊണ്ടിരിക്കണം. ഈ തേവിടിച്ചികൾ മുമ്പിൽ നടന്നവർ കുറേ ചിടുന്ന സാധനങ്ങൾ ഉണ്ടാക്കി അവരെ കൊണ്ട് വെഡിത്തം പറയിപ്പിച്ച് സ്വന്തം തള്ളയുടെ റീട്ടാർഡ് നേച്ചർ അനുകരിച്ച് നടപ്പിക്കണവർ. മാറാൻ തയ്യാറല്ല അവർ. തമ്മിൽ കുഴിയിൽ ചാടിക്കണവർ.